ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. വലതുവശത്തെ കള്ളം കണ്ടു ജിത്തു ജോസഫിന്റെ ഏറ്റവും പുതിയ പടമാണ്. ത്രില്ലർ പടങ്ങൾ ചെയ്ത് മൂപ്പർക്ക് സ്വന്തം തിരക്കഥയിലല്ലാതെ ഇപ്പൊ ഈ പടങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതിന്റെ തിരക്കഥ എഴുതിയേക്കുന്നത് ഡിനു തോമസ് ഇലനാണ്. കുദാശ പടമൊക്കെ ചെയ്ത ആളാണ്. ഈ പടത്തില് എന്താ പറയാ, ഒരു കുഴപ്പമില്ലാത്ത ഒരു ഡീസന്റ് ത്രില്ലർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതിനപ്പുറത്തേക്ക് വിളിക്കാൻ പറ്റില്ല, കാരണം അത്രേ പറ്റൂ. കാരണം എന്താ വെച്ചാല് ഈ സ്ക്രിപ്റ്റ് അവര് എന്തൊക്കെയോ പറയാൻ ഉദ്ദേശിച്ചിട്ട് വളഞ്ഞു പോയി. എന്നാൽ അവർക്ക് വേണ്ടത് അവസാനം പറയേണ്ട ഒരു മെസ്സേജാണ്. ആ മെസ്സേജ് മാത്രം നോക്കുകയാണെങ്കിൽ മെസ്സേജ് സ്ട്രോങ് മെസ്സേജാണ്. പക്ഷെ ആ സ്ട്രോങ് മെസ്സേജ് പറയാൻ ഈ ഒരു രീതി അല്ലെങ്കിൽ ഈ ഒരു ത്രില്ലർ രീതിയിലൂടെ ഇങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. അത് പല ഭാഗങ്ങളിൽ നമുക്ക് സ്ലോ ആയിട്ടും ചില ഭാഗങ്ങളിൽ ഹൈ ആയിട്ടും ഒരു എന്താ പറയുക, ഒരു കാറ്റർക്കുള്ള പോലത്തെ ഒരു സിനിമയാണ്. കുറച്ചു നേരം ഹൈ, കുറച്ചു നേരം ഡൗൺ, കുറച്ചു നേരം ഹൈ, കുറച്ചു നേരം ഡൗൺ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോക്ക്. അപ്പോൾ ത്രൂ ഔട്ട് എൻഗേജിങ് ആകുന്നില്ല. ഇതില് ഫസ്റ്റ് ഹാഫ് തുടക്കത്തിൽ ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോയി ഇന്റർവെല്ലിന് ഒരു പഞ്ച് കിട്ടും. ആ ഇന്റർവെല്ലിന് പഞ്ച് കിട്ടുമ്പോൾ നമുക്ക് ഇനിയൊരു ജിത്തു ജോസഫിന്റെ മേക്കിംഗ് കാണാം, അല്ലെങ്കിൽ നല്ലൊരു സ്ക്രിപ്റ്റ് കാണാം എന്നൊക്കെ രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കും. കാരണം ഒരു സ്കോപ്പുള്ള ഒരു ഇന്റർവെൽ സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് കുറെ രംഗങ്ങൾ ഓക്കെയാണ്. ഒരു സെക്കൻഡ് ഹാഫിൽ കുറെ രംഗങ്ങൾ ഓക്കെ ആയിട്ട് അത്യാവശ്യം എൻഗേജിങ് ആയി, ഒരു എക്സൈറ്റിംഗ് ആയിട്ട് പോയി. ഈ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ സംഭവം ഗ്രാഫ് ഒന്നുകൂടി ഡൗൺ ആവുകയാണ്. ഡൗൺ ആവുന്നതും പടം ഭയങ്കര മോശം എന്നല്ല അതിനർത്ഥം. കാരണം അവർക്ക് ഈ ഒരു സ്ട്രോങ് മെസ്സേജ് പറയാൻ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു ഇമോഷണലി കുറെ രംഗങ്ങൾ കണക്ട് ആകുന്നില്ല. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. എന്നാൽ കുറെ നല്ല പോസിറ്റീവ്സ് ഉണ്ട്. പോസിറ്റീവ്സ് എന്ന് പറയുന്നത് ബിജു മേനോനാണെങ്കിലും ജോജു ജോർജ് ആണെങ്കിലും അവരറിയാലോ, അവരവരുടെ അത്യാവശ്യം നല്ലൊരു ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതില് മ്യൂസിക് ആണെങ്കിലും ശരി, എഡിറ്റിംഗ് ആണെങ്കിലും ശരി, ടെക്നിക്കൽ സൈഡൊക്കെ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ എഡിറ്റിംഗ് സെക്ഷൻ പറയാനാണെങ്കിൽ ചില ട്രാൻസിഷൻ സീനുകളുണ്ട് തുടക്കത്തില്, പിന്നെ അവിടെ ഇവിടെയൊക്കെ. അതായത് ഇങ്ങനെ പാസ്റ്റും പ്രസന്റും കാണിക്കാൻ മുമ്പ് 12th മാനിലൊക്കെ ഈ ട്രിക്സ് ഉപയോഗിച്ചിരുന്നു. ഇതിന്റെ ഒരു സിമിലാരിറ്റി, അതായത് സിനിമാറ്റോഗ്രാഫി എഡിറ്റിംഗ് പോയിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ചില ഷോട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ നൈസായിരുന്നു. പിന്നെ പറഞ്ഞു മ്യൂസിക് ഒരിക്കലും ലൗഡല്ല. മ്യൂസിക് ചെയ്തേക്കുന്നത് വിഷ്ണു ശ്യാമാണ്, എഡിറ്റിംഗ് VS വിനായക്. ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ ഈ സിനിമാറ്റോഗ്രാഫി ഈ 3 പേര് ഒരുമിച്ച് ചില സമയങ്ങളിൽ, അതായത് നല്ലൊരു നൈസ് മ്യൂസിക്, നൈസ് എഡിറ്റിംഗ്, നൈസ് സിനിമാറ്റോഗ്രാഫി, ഇതൊക്കെ 3 കൂടി ബ്ലെൻഡ് ചെയ്ത് വരിക. അതൊക്കെ അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഇവർ അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട്. ബിജു മേനോനാണെങ്കിലും ജോജു ആണെങ്കിലും. പിന്നെ ഇതിൽ ലെന, പിന്നെ ലിയോണ ലിഷ്, അങ്ങനെ കുറെ ആൾക്കാർ ഇതിലുണ്ട്. അവർക്കൊക്കെ കുഴപ്പമില്ലാത്ത സീൻസും കുഴപ്പമില്ലാത്ത റോളുകളാണ്. അവർ അലമ്പാക്കിയുള്ള റോൾ ഇതിൽ ആരുമില്ല. ഇതിലൊരിക്കലും ഒരു പുവർ മേക്കിംഗ് അല്ല. പക്ഷെ ഇവർക്ക് കുറെ എന്താ പറയാ പോരായ്മകൾ അവർക്ക് നികത്താനുണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞൊരു പോയിന്റാണ്, നമ്മൾ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കും, പിന്നെ എക്സൈറ്റ്മെന്റ് പോകും, പിന്നെ നമ്മൾ വീണ്ടും ഇത് വരും, പിന്നെ വീണ്ടും പോകും. അതായത് ഒരു അപ്പ് ഡൗൺ. അപ്പൊ അത് ആളുകൾക്ക് ചിലപ്പോൾ ഒരു ആസ്വാദനത്തിനെ പലതരത്തിൽ ബാധിക്കും. അതുകൊണ്ട് ഇത് ജസ്റ്റ് കുറെ പേർക്ക് ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെടാണ്ട് വരാം, ചിലവർക്ക് എവറേജ് ആയിരിക്കാൻ താഴെ പോവാം, അതിനുള്ള സാധ്യതകളുണ്ട്. ചിലർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യാം. കാരണം ഇതിലൊരു മെസ്സേജ് നല്ല സ്ട്രോങ് ആയതുകൊണ്ടും പെർഫോമൻസും ഒക്കെ ആയതുകൊണ്ടും കുഴപ്പമില്ലാത്ത മേക്കിംഗ് ഉള്ളത് കൊണ്ടൊക്കെ ചിലവർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, ഒരു കുഴപ്പമില്ല, ഡീസന്റ് ഒരു ത്രില്ലറായിട്ട് വിളിക്കാം. ഇത് ജിത്തു ജോസഫ് പർപ്പസ്ഫുള്ളി ചെയ്തതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ദൃശ്യം 3 വരാൻ പോവാണ് ഏപ്രില്. അപ്പൊ ദൃശ്യം 3ക്ക് മുമ്പ് ഈ പടത്തിന് അതിഗംഭീര റിപ്പോർട്ടാണെങ്കിൽ ഒരു പക്ഷേ ദൃശ്യം 3ക്ക് ഹൈപ്പ് ഒന്നും കൂടി കൂടുമോ എന്ന് വിചാരിച്ച് തമാശക്ക് പറഞ്ഞതാണ്. കാരണം ഇത് കണ്ട് ദൃശ്യം 3ക്ക് വരുമ്പോൾ ജിത്തു ജോസഫിന് ഇപ്പൊ പല പ്രശ്നങ്ങൾ സംഭവിക്കാം എന്ന് പറഞ്ഞ ഒരു മെന്റാലിറ്റി ആൾക്കാർക്ക് വരും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നോർമൽ ത്രില്ലർ പടങ്ങൾ ഡയറക്റ്റ് ചെയ്യാൻ വരുമ്പോൾ വിമർശിക്കുന്നത് പോലെയല്ല ജിത്തു ജോസഫിന്റെ പടങ്ങൾ വിമർശിക്കുമ്പോൾ ഒരു എക്സ്ട്രാ ബുക്കും നോട്ടൊക്കെ ആയിട്ടാണ് തോന്നുന്ന ആൾക്കാർ പോണത് തിയേറ്ററിലേക്ക്. കുറേയും കൂടി കീറി മുറിക്കുന്നുണ്ട്. അതൊരു നല്ല സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ജിത്തു ജോസഫിന് ഒരു കൂടുതൽ വെയിറ്റ് കൊടുക്കുകയാണ്. നോർമൽ ത്രില്ലർ പടങ്ങൾക്ക് കൊടുക്കണ ഒരു പ്രതീതി ജിത്തു ജോസഫ് എന്ന് പറയുമ്പോൾ ബ്രാൻഡാണ്. അപ്പൊ നമ്മൾ അത്രയ്ക്കും പ്രതീക്ഷിക്കണം. അപ്പൊ അങ്ങനെ പ്രതീക്ഷിക്കുമ്പോൾ കൂടുതൽ കീഴ്മുറിക്കലും കുത്തിപ്പറയലും വിമർശനങ്ങളും കൂടുതൽ സ്ട്രോങ് ആയിട്ട് കിട്ടേണ്ടി വരികയാണ്. അത് ജിത്തു ജോസഫിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു വെല്ലുവിളിയാണ്. ദൃശ്യം 3ക്കും ആ ഒരു വെല്ലുവിളി എന്തായാലും ഉണ്ടാവും. എല്ലാവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ പടം വലതുവശത്തെ കള്ളൻ നിങ്ങൾക്ക് ഒരു ഡീസന്റ് ത്രില്ലറായിട്ട് കാണണം, അല്ലെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ത്രില്ലർ നിങ്ങൾക്ക് കാണണമെങ്കിൽ പോയി കാണാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും എൻ്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക.
ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക.